ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമ്മൾക്ക് തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫെസ് ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 25 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ആത്മാവിൽ നിറഞ്ഞ അല്ലെ ക്രിസ്തുവിൽ നിറഞ്ഞ ഒരു പൈതലിന്റെ ഈ ലോകത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ നടപ്പിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. ആ നടപ്പ് എങ്ങനെയായിരിക്കണമെന്ന് ദൈവ വചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. 5:26-21 എൻ്റെ കുറിവാക്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പൻ. അത് എല്ലാ ബന്ധങ്ങളിലും ക്രിസ്തുവായിരിക്കണം എന്ന്. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിനും നടുവിൽ ക്രിസ്തുവായിരിക്കണം. മക്കൾ അമ്മയപ്പന്മാർ എന്ന നിലയിൽ നടുവിൽ ക്രിസ്തുവായിരിക്കണം. എല്ലാ യജമാനൻ ദാസൻ, അന്നത്തെ കാലത്ത് യജമാനൻ ദാസൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എംപ്ലോയി എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. ആ ഒരു രീതിയിലും എല്ലായിടത്തും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നടുവിൽ നിൽക്കുന്നത് ക്രിസ്തുവായിരിക്കണം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പൻ എന്നാണ് പറഞ്ഞത്. ഇപ്പം നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന എല്ലാ ബന്ധങ്ങളിലും, അത് കുടുംബത്തില്, സമൂഹത്തില്, ചർച്ചില്, അങ്ങനെ എല്ലാ ബന്ധങ്ങളിലും അത് ബാധകമാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് പഠിച്ചതായിരുന്നു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എന്തിനാ ഇങ്ങനെ എടുത്തു പറയുന്നത്? നമുക്കൊന്നും അറിയാൻ വയ്യാത്ത കാര്യമൊന്നും അല്ലല്ലോ. കാരണം കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ഇതിന് സമാന്തരമായ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം എന്ന് പറയുന്നത്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, അല്ലേ? ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ വചനം പഠിക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില ഡീഫോൾട്ടഡ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. കാരണം നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നതിന് അതെല്ലാം ക്രിസ്തുവിന് അല്ലെങ്കിൽ ക്രിസ്തുവിന് ഒത്തവണ്ണമായിരിക്കുകയില്ല. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നത്, നമ്മൾ ആ ഒരു ക്രിസ്തുവിന്റെ ഡിസിപ്ലിനിലായിട്ടാണ്. ഒരു ഡീഫോൾട്ടഡ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷത നമ്മളിലുണ്ട്. അതെല്ലാം മാറ്റിയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ക്രിസ്തുവിന്റെ ശിക്ഷാ നടപടിയിലൂടെ നമ്മൾ കടന്നുപോയി, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ശിക്ഷാ നടപടിയിലൂടെ നമ്മൾ കടന്നുപോയി നമ്മെ തന്നെ കർത്താവിന് കൊള്ളാവുന്നവരാക്കി പെർഫെക്റ്റ് ആക്കി തീർക്കണം. പെർഫെക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം. നമ്മുടെ ഓരോ ബന്ധങ്ങളും നമ്മൾ നോക്കിയാൽ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു ബന്ധങ്ങളുമില്ല. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, ഒരു ബന്ധവും പെർഫെക്റ്റ് അല്ല. അതാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ആ പെർഫെക്ഷനിലേക്ക് വരുവാനാണ് ദൈവം നമ്മളെ ഈ വചനം പഠിപ്പിക്കുന്നത്. ഇപ്പം പഠിപ്പിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആരും പെർഫെക്റ്റ് അല്ല. ആരെങ്കിലും പെർഫെക്റ്റ് ആണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നാം ക്രിസ്തുവിന്റെ വചനത്തിനനുസരിച്ച് നമുക്ക് അറിയുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം. കാരണം ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. നാം നമ്മെ പെർഫെക്റ്റ് ആക്കണം. ഇതെന്താണ്? നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ആയിരിക്കുമ്പോൾ നമ്മെ ഓരോ ബന്ധങ്ങളിൽ ദൈവം ആക്കിയിരിക്കുന്നു, അല്ലെ ഓരോ സ്ഥലങ്ങളിൽ ആക്കിയിരിക്കുന്നു. നാം ഏത് ചുറ്റുപാടുകളിലായിരുന്നാലും ആ ആയിരിക്കുന്ന ചുറ്റുപാടിലൂടെ നമ്മെ ആ ഒരു ബാലശിക്ഷ, അല്ലെങ്കിൽ നമ്മെ ആ ട്രെയിനിങ്ങിലൂടെ കടത്തി വിട്ടിട്ട് അവസാനം ക്രിസ്തുവിനെ മണവാട്ടിയായി നമ്മെ ഒരുക്കുക, ആ പെർഫെക്ഷനിലേക്ക് നമ്മെ കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ആ എല്ലാ ബന്ധങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ ബന്ധങ്ങളിലും ഇല്ലാതെ നമ്മെ ഒരു സ്ഥലത്ത് തന്നെ ഏകയാക്കി അല്ലെങ്കിൽ ഏകനാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പരിശീലനവും ഇല്ലാതെ, ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഒരിക്കലും ക്രിസ്തു നമ്മെ ആഗ്രഹിക്കുന്ന ആ സഭയെ ഏത് രീതിയിൽ ക്രിസ്തു പെർഫെക്ഷനിലേക്ക് ആക്കി തീർക്കണമോ ആ രീതിയിൽ നമുക്ക് ആകുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ ഓരോരുത്തരെ എങ്ങനെയും ആക്കി വെക്കണമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അതേ ചുറ്റുപാടുകൾ നാം അറിയാത്ത ഒരു സ്ഥലത്തല്ല ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം അറിയാത്ത ഒരു സ്ഥലങ്ങളിലല്ല. ഏത് ചുറ്റുപാടുകളായാലും, ഏത് കഷ്ടപ്പാടുകളായാലും, ഏത് ബുദ്ധിമുട്ടുകളായിരിക്കും ആയാലും, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെയല്ല ഒന്നും സംഭവിക്കുന്നത്. നാം ഏത് ബന്ധങ്ങളിൽ ദൈവം നമ്മെ ആക്കിയിരുന്നാലും, നമ്മൾ പറയും നമ്മുടെ പിള്ളേർ നമ്മളെ അനുസരിക്കുന്നില്ല, പക്ഷെ അതൊക്കെ ദൈവം അറിയുന്നുണ്ട്. അതെല്ലാം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള മാറ്റണം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നാം ആ ദൈവത്തിന്റെ ഡിസിപ്ലിനിലേക്ക് ആയിത്തീരുന്ന ഒരു പെർഫെക്റ്റ് ആയ സഭയെ ഒരുക്കുക. അതിൽ നമ്മൾ ഓരോരുത്തരും ആ സഭയുടെ ഭാഗമാണ്. അപ്പം ക്രിസ്തുവിന്റെ മണവാട്ടി പെർഫെക്റ്റ് ആയിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആ ഡീഫോൾട്ടഡ് ആയിരിക്കുന്ന സ്വഭാവങ്ങളെയൊക്കെ മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ ഡിസിപ്ലിനിലേക്ക് വന്നിട്ട് നാം പെർഫെക്ഷനിലായി തീരുക എന്നതാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും? ക്രിസ്തുവിന്റെ ഭയത്തിൽ.
നാം അങ്ങനെ ആയി തീരണം. ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ദൈവം, ക്രിസ്തു, ഉം, ആ, ഭർത്താവ്, ഭാര്യ, മക്കൾ, ആ രീതിയിൽ. അപ്പൊ ആ രീതിയിൽ നാം ആയിത്തീരണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ഓർഡറിന് നാം സബ്മിസീവ് ആയിരിക്കണം. അതിന് നാം ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കണം. ഇപ്പം ഭാര്യ നല്ലതല്ല, അല്ലെങ്കിൽ കീഴടങ്ങി ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് സ്നേഹിക്കുന്നില്ല എന്ന് വെച്ച് നമ്മൾ വഴക്കുണ്ടാകിയല്ല ചെയ്യുന്നത്. ഓരോരുത്തരും അന്യോന്യം പരസ്പരം പ്രാർത്ഥിക്കണം. ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ആയി തീരുവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയല്ല ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥനയാണ് വേണം. നമ്മെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് ആ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആയിത്തീരുവാനായിട്ട് ഒക്കത്തുള്ളൂ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കുടുംബത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. ഭാര്യമാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞു, ചിലപ്പം ഭാര്യമാർക്കായിരിക്കാം ബുദ്ധിമുട്ടുള്ളത്, അതുകൊണ്ടായിരിക്കാം ഭാര്യമാരെ എന്ന് പൗലോസ് അപ്പോസ്തലൻ ആരംഭിച്ചു തുടങ്ങി. ഇവിടെ പറയുന്നു, ഭാര്യമാർ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം എന്ന് പറയുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദമായിട്ട് പറഞ്ഞ, ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നതിനേക്കാളും അധികമായി ആരോടുള്ള അനുസരണയാണ്? അത് ക്രിസ്തുവിനോടുള്ള അനുസരണയാണ്. ഒരു ഭാര്യ ഭർത്താവിനെ അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുസരിക്കുന്നു എന്നതിന് തുല്യമാണ്. അപ്പൊ ക്രിസ്തുവിനെന്ന പോലെയാണ് നാം അനുസരിക്കേണ്ടത്. ക്രിസ്തുവിനെ അനുസരിക്കൂ. ദൈവം എവിടെ ആ ബന്ധത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ നാം ദൈവത്തെ അനുസരിക്കുകയാണ്. നമ്മുടെ ബന്ധങ്ങളിൽ നാം കർത്താവിന്റെ ഓർഡർ പിന്തുടരുക എന്നുള്ളത്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഭർത്താക്കന്മാരെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മാതൃക പറഞ്ഞ, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ നാം ഭാര്യമാർ ഭർത്താക്കന്മാർക്ക്, ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞ ഭർത്താക്കന്മാരെ എന്നാ വിളിക്കുന്നത്. നമുക്കറിയാം 3 വാക്യങ്ങളാണ് ഭാര്യമാർക്ക് വേണ്ടി ഇവിടെ പറയുമ്പോൾ 5-ലധികം വാക്യങ്ങൾ, 6-7 വാക്യങ്ങൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭാര്യയ്ക്കുള്ളത് പോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഭർത്താവിനും ഉണ്ട്. അപ്പം ഇവിടെ പറയുന്നത്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ. അപ്പൊ ക്രിസ്തു സഭയെ സ്നേഹിച്ച സ്നേഹം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞ അഗാപ്പെ ലവ് ആണ്. ആ ഒരു ത്യാഗപൂർണമായ നിർവ്യാജമായ സ്നേഹം, അർഹിക്കാത്തതിനെ സ്നേഹിക്കുന്ന, അർഹതയില്ലാത്തതിനെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം, ഒന്നും തിരിച്ചു ചോദിക്കാതെ. എന്ത് നമ്മള് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴും ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുക അല്ലെ? നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. ഇവിടെ നമ്മളെ സ്നേഹിച്ച് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു ജനതയെ, അല്ലെങ്കിൽ ശത്രുക്കളായിരുന്നവരെ, അഭക്തരായിരുന്നവരെ, ബലഹീനരായിരുന്നവരെ, പാപികളായിരുന്നവരെ ക്രിസ്തു തന്റെ രക്തത്താൽ വീണ്ടെടുത്തു. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ മക്കളൊക്കെ എന്ന് പറഞ്ഞാലും കാണിക്കുന്ന പരിപാടി കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ? എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കുന്ന പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ എന്ന് സോറി പറയും കർത്താവിനോട്, പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും നാം ചെയ്യുന്ന പ്രവൃത്തികൾ ഓർക്കാതെ വണ്ണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു അല്ലേ? ആ ഒരു സ്നേഹം അന്ത്യം വരെയും തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് കുടുംബജീവിതത്തിലും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ആ നിർവ്യാജ സ്നേഹം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു തന്റെ ജീവൻ തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അന്ത്യത്തോളം സ്നേഹിക്കും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മെ, ആ താഴത്തെ വാക്യങ്ങൾ പറഞ്ഞു, 26-ഉം 27-ഉം പറയുന്നു, ആ ഒരു തന്നെക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് വേണ്ടി ആ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. അതുപോലെ ഭർത്താക്കന്മാരും ഭാര്യമാരെ സ്നേഹിക്കണം. അതിലുപരി ആ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ എന്നാ പറയുന്നത്. കാരണം ക്രിസ്തുവിന്റെ മുമ്പിൽ ഭാര്യയെ ഭർത്താവ് വിശുദ്ധയും നിഷ്കളങ്കവുമായി നിർത്തണം എന്ന ഒരു ഉത്തരവാദിത്തം, ഒരു റെസ്പോൺസിബിലിറ്റി ഭർത്താവിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ആ ഉത്തരവാദിത്തം നാം ചെയ്യണം. വെറുതെ ഒരു എന്താ പറയുന്ന റൊമാൻറ്റിക് ലവ് അല്ല ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറയുന്നത്. അതിലധികമായിട്ട് ഭാര്യയും ഭർത്താവിലും ദൈവം ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും, അല്ലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഉത്തരവാദിത്തങ്ങളുണ്ട്. അതനുസരിച്ച് ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ അനുസരിച്ച് നാം അത് ചെയ്യുക എന്നുള്ളത് നമ്മോട് ദൈവം പറയുന്ന കാര്യമാണ്. ഇനി നമുക്ക് ആ വാക്യത്തിലേക്ക് പോകാം. 26 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 25 ഞാനെന്നാ വായിക്കാം. അത് കഴിഞ്ഞ് 26, 27 വാക്യങ്ങളിലേക്ക് പോകാം. 25, ഭർത്താക്കന്മാരെ ക്രിസ്തുവും
സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ക്രിസ്തുവും സഭയെ സ്നേഹിച്ചത് മാതൃക. ക്രിസ്തു ആദ്യം കാണിച്ചു തന്നു. അത് നാം പിന്തുടരണം. അപ്പം ആ ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചതെന്ന് പറയുന്നു 26 27. അവളെ ക്രിസ്തു സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു. അപ്പം സഭയെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, തൻ്റെ ചങ്കുല രക്തത്താൽ സഭയെ വീണ്ടെടുത്തു എന്നുമല്ല, തനിക്കു വേണ്ടി ഇനി ആ ഒരു തേജസ്സോടെ മുൻനിർത്തണം. ആ കർത്താവിന്റെ മണവാട്ടിയാകി കറയും ചുളുക്കവും ഒന്നുമില്ലാതെ തേജസ്സോടെ തന്നെ പോലെ ആക്കി തീർക്കണം എന്ന ഉത്തരവാദിത്വം കർത്താവിനുണ്ട്. വീണ്ടെടുത്ത കർത്താവ് നമ്മെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഇപ്പം വചനം കേൾക്കാനായിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. ഓരോ ദിവസവും വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കർത്താവ് നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം ആ ക്രിസ്തു സഭയെ വിശുദ്ധിയുള്ളവളായി തേജസ്സോടുകൂടെ മുൻനിർത്തേണ്ടതിനാണ് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മൾ തുടങ്ങുമ്പോൾ ഏദനിൽ കർത്താവിനോട് കൂടെ വസിക്കാനായിട്ട് ആദമിനെ ഹവ്വായെ കർത്താവ് ദൈവം സൃഷ്ടിച്ചു. അവിടെ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടു. പക്ഷേ ഇനി ഒരു കാലത്ത് തന്നോടുകൂടെ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. ആ ഏതിനിൽ നഷ്ടപ്പെട്ട തേജസ് നമുക്ക് തിരിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചത്. അപ്പൊ നമ്മൾ 2 കൊരിന്ത്യർ നമുക്ക് വേണ്ടി തന്നത്. ആ 2 കൊരിന്ത്യർ 8:9 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സമ്പന്നനായിരുന്നവൻ ദരിദ്രരായിരുന്ന നമ്മളെ സമ്പന്നരാക്കുവാൻ ദരിദ്രനായി തീർന്നു. അതൊരു വലിയ ദൈവ കൃപയാണ്. വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിനെ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. തേജസ് ഉള്ളവനായിരുന്ന കർത്താവ് അല്പസമയത്ത് ആ തേജസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് തേജസ് ഇല്ലാത്ത നമ്മെ തേജസ് ഉള്ളവരാക്കുവാൻ വേണ്ടിയിട്ട് തന്നെത്താൻ ദരിദ്രനായി തീർന്നു. ആ ദൈവകൃപ നമ്മൾ ഓർക്കുന്നുവല്ലോ. നമ്മുടെ മാതൃക കർത്താവ് തന്നെയാണ്. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കാൻ, നമ്മെ വീണ്ടും തേജസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഇനി ഇവിടെ എങ്ങനെയാണ് സഭയെ വിശുദ്ധീകരിക്കുന്നത് എന്നാണ് ഇവിടെ ഈ 2 വാക്യങ്ങളായിട്ട് പറയുന്നത്. നമുക്ക് ഒന്ന് ഷോർട്ടായിട്ട് നമുക്കൊന്ന് വിഭജിച്ച് പഠിക്കാം. അപ്പൊ അവിടെ പറയുന്നു, വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടെന്ന് പറഞ്ഞു. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. ഇവിടെ റീമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റീമ എന്ന് നമുക്കറിയാം ആ ഒരു പ്രവൃത്തി, ആ ഒരു പ്രീച്ചിങ് വേർഡായി നമ്മുടെ പറയുന്ന റീമ എന്ന പദം ലോഗോസ് നമുക്കറിയാം സ്പോക്കൺ വേർഡ് അല്ല. ഇത് റീമ അപ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന റീമ എന്ന വേർഡിൽ നിന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ റീമ എന്നിവിടെ പറയുമ്പോൾ പ്രീച്ച്ഡ് വേർഡ് എന്ന് പറഞ്ഞ ഗോസ്പല്, കർത്താവ് പ്രസംഗിക്കപ്പെട്ട വചനം, ആരോ നമ്മോട് പറഞ്ഞ വചനം, അല്ലെങ്കിൽ പ്രസംഗത്താൽ നാം കേട്ട വചനം, അല്ലെങ്കിൽ നാം വായിച്ച വചനം, ആ വചനം നാം അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആ വചനത്താലാണ് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നാം ആയിത്തീർന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നു. ആ കടുംചുവപ്പായിരുന്ന നമ്മളുടെ പാപങ്ങളെയൊക്കെയും ദൈവം തൻ്റെ രക്തത്താൽ, തൻ്റെ പുത്രന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചത് എന്തുകൊണ്ടാണ്? ആ വചനം നാം കേട്ടിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഏറ്റുപറഞ്ഞു മാനസാന്തരപ്പെട്ടപ്പോൾ നാം ദൈവമക്കളാകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി നമ്മെ ദൈവമക്കളാക്കി തീർത്തു. അപ്പം വചനത്താലാണ് നമ്മെ ശുദ്ധീകരിച്ചത്. അപ്പൊ ഒരുവൻ ആ വചനം കേട്ട്, വചനത്തിന്റെ കേൾവിയാൽ റീമയിലൂടെ അങ്ങ് നാം ദൈവമക്കളായി തീർന്നു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നാം ദൈവമക്കളായി തീർന്നെങ്കിലും ഇന്നും നാം ഈ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ
പൂർണ്ണമായ ഹിതപ്രകാരമല്ല. അല്ലെ ഒരു മകൻ എങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കണമോ ആ രീതിയിലല്ല നാം ജീവിക്കുന്നത്. നമ്മളെ പെർഫെക്റ്റ് ആക്കുവാനായിട്ട് വേണ്ടിയിട്ട് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഓരോ ദിവസവും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വചനത്തോടിയോ ജലസ്നാനത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതെവിടെ വരെയുണ്ട്? നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് ആരും ഇനി വചനം ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അടച്ചു വെക്കാനൊന്നും ഒക്കത്തില്ല. അത് നാം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആ പെർഫെക്ഷനിലേക്ക് നമ്മുടെ അവസാനം വരെ ദൈവം നമ്മെ വചനത്താൽ ശുദ്ധീകരിക്കുന്നു. വചനത്താലും ആത്മാവിനാലും ക്രിസ്തു സഭയെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം വെടിപ്പാക്കി വിശുദ്ധീകരിക്കണ്ടേന്ന് പറയുന്നു. വിശുദ്ധീകരിക്കുക എന്ന പദം സെറ്റപ്പാട്ട്. ഈ ലോകത്തിന്റെ കളങ്കങ്ങളിൽ നമ്മെ വേർപിടിച്ചു. കാരണം നമുക്കറിയാം, നമ്മെ പാപത്തിന്റെ അവസ്ഥയിൽ നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർത്തെങ്കിലും ആ പാപത്തിന്റെ സാമീപ്യത്തിൽ നിന്ന് നാം ഒരിക്കലും മാറിയിട്ടില്ല. ഇപ്പോൾ പാപത്തിന്റെ എന്താ പറയുന്ന ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിച്ചെങ്കിലും പാപത്തിന്റെ ശക്തിയിലും സാമീപ്യത്തിന്റെയും അതിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയവും നമ്മെ അങ്ങോട്ട് പുള്ളി ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടല്ലേ. നാം എത്രത്തോളം ക്രിസ്തുവിനോട് ചേർന്നിരിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിനേക്കാൾ അധികമായി നമ്മെ പുള്ളി ചെയ്യുന്ന വേറൊരു ശക്തിയുണ്ട്. അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ ഈ വചനത്താൽ സെറ്റപ്പാട്ട് ചെയ്യുന്നു. നാം കൂടുതൽ വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് അകത്തിരിക്കുന്ന ലോകമെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ദിവസവും ദൈവം വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരെ പോലെ ജീവിക്കാതിരിക്കാൻ വേണ്ടി ഓരോ ദിവസവും നമ്മെ വേർതിരിച്ചുകൊണ്ടേയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നാം ലോകത്തിനും ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലേക്കായിത്തീരണം. അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമേ, അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിത്തീരുന്ന കർത്താവിന്റെ വരവ് വരെ നമ്മളിങ്ങനെ ശുദ്ധിയായിക്കൊണ്ടേയിരിക്കും. ആ അവസ്ഥയിലായിത്തീരണം നമ്മൾ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്റ്റ് ആയ ചർച്ച. നാം ഒരു വ്യക്തി എന്നുള്ള നിലയിലേക്കാൾ അധികം ഒരു ദൈവ പൈതലായി നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സഭ അല്ലെങ്കിൽ സഭയുടെ അംഗം എന്ന രീതിയിലാണ് ദൈവം നമ്മെ ആക്കി ആകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം കുടുംബത്തിൽ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങുമ്പോൾ, സമൂഹത്തിൽ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങുമ്പോൾ, അതുപോലെ നമ്മുടെ ചർച്ചിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഏത് അധികാരത്തിനും നാം കീഴടങ്ങി ജീവിക്കുമ്പോൾ, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മെ ക്രിസ്തുവിന്റെ പെർഫെക്ഷനിലേക്ക് ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് വചനത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന്. വചനം കേൾക്കുന്നതും അനുസരിക്കും ഒരു ദൈവ പൈതലിനെ വിശുദ്ധിയിലേക്ക്, അല്ലെ തേജസ്കരണത്തിലേക്ക്, പെർഫെക്ഷനിലേക്ക് നടക്കുന്നതാണ്. ഇനി എന്തിനു വേണ്ടി വിശുദ്ധീകരിക്കുന്നു? തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. അവൻ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? കർത്താവിന് വേണ്ടിയിട്ടാ, നമുക്ക് വേണ്ടിയിട്ടല്ല. കർത്താവിന്റെ മുമ്പിൽ നാം തേജസ്സോടെ ആയിത്തീരണം, അല്ലെ? അതുകൊണ്ട് തേജസ്സോടെ മണവാട്ടിയാക്ക്. ക്രിസ്തു മണവാളിനും സഭ മണവാട്ടിയുമാണ്. ആ രീതിയിൽ നമ്മെ ആ 27ാമത്തെ വാക്യം ഇപ്പോൾ സംഭവിക്കില്ല. കർത്താവ് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മൾ പറഞ്ഞു തരിക, നാം ഒരിക്കൽ അങ്ങനെ ആയിത്തീരും. ക്രിസ്തുവിന്റെ മണവാട്ടിയായിത്തീരും. കറ ചുളുക്കം ഒന്നുമില്ലാത്തവളായിത്തീരും. ആ ഒരു പ്രതീക്ഷ, അല്ലെ ഒരു പ്രത്യാശയോടെ നാം നമ്മെ തന്നെ ഒരുക്കണം. അപ്പൊ നാം അങ്ങനെ വചനത്താൽ നമ്മെ ഓരോ ദിവസവും ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ ഒരു പ്രത്യാശയാണ്. സഭ കറയും ചുളുക്കവും ഒന്നുമില്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ ആ ക്രിസ്തു നമ്മെ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ തേജസ്സോടെ മുൻനിർത്തും. ആർക്ക് വേണ്ട? ക്രിസ്തുവിന്റെ മണവാട്ടിയായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സഭ ഒരിക്കലും മുമ്പേ പറഞ്ഞതുപോലെ പെർഫെക്റ്റ് അല്ല. ഒരിക്കലും ക്രിസ്തുവിന് ഫിറ്റ് ആയിരിക്കുന്നല്ല നമ്മൾ ആരും. ഒരു ദൈവ പൈതലായി എന്ന് വെച്ച് കുറച്ച് വചനം പഠിച്ചെന്ന് കുറച്ച് വചനം അതൊക്കെ നമ്മൾ കേട്ടെന്ന് വിചാരിച്ച് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ പെർഫെക്റ്റ് ആകാനിരിക്കുന്നവൾ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ഫിറ്റ് ആക്കുവാനായിട്ട് വേണ്ടിയിട്ടാണ്
നമ്മെ ഇപ്പോഴും വചനത്താൽ ശുദ്ധീകരിച്ചു കൊടുക്കാൻ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു. പക്ഷെ ഇപ്പോൾ ഈ പാപലോകത്തിൽ ജീവിക്കുന്നതിനാൽ നമ്മൾ പാപങ്ങളും ലോകത്തിന്റെ കളങ്കങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ ദിവസവും കർത്താവ് നമ്മെ വചനം പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ ശുദ്ധരായി തീരുകയാണ്. നാം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ മണവാട്ടി സഭയുടെ ഭാഗമാക്കി നമ്മെ തീർത്തു. ഇനി മണവാട്ടിയായി ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ നിർത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ അന്ന് ഫിറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മെ ആ ശിക്ഷണത്തിലൂടെയും നമ്മളെ ഓരോ കാര്യങ്ങളിലൂടെയും ദൈവം നടത്തലെ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മെ ഒരുക്കുകയാണ്. ഇനി ഇവിടെ പറയുന്നത് കറ ചുളുക്കം എങ്ങനെയാണ് തനിക്ക് വേണ്ടി തേജസ്സോടെ മുൻനിർത്തണേ. എങ്ങനെ? കറ ചുളുക്കം ഒന്നുമില്ലാതെ. ഒരു ദേവദാസ് ഇങ്ങനെ പറഞ്ഞ കറ എന്ന് പറയുന്നത് പുറത്തുനിന്ന് കിട്ടുന്നതും പുറത്തുനിന്ന് നമ്മൾ വരുന്നതും, ചുളുക്കം എന്ന് പറഞ്ഞാൽ അകത്തുള്ളത്. അപ്പം പുറത്ത് ആ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഒരു കറയുമില്ലാതെ, അകത്തെ ചിന്താകുലങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അകത്തും ശുദ്ധിയും പുറത്തും ശുദ്ധിയോടെ കൂടെ നിർത്തേണ്ടതിനാണ് ദൈവം നമ്മെ ശുദ്ധീകരിക്കുക. നിഷ്കളങ്കയുമായി സഭ ആയിത്തീരണം, അകവും പുറവും ഒരുപോലെ ആയിത്തീരണം. നമുക്കറിയാം, ഒരു വിവാഹ ബന്ധത്തോടുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വിവാഹത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വിവാഹത്തിന്റെ ചടങ്ങിന് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ആരെയാ? മണവാട്ടിയാ ശ്രദ്ധിക്കുന്നത്, അല്ലേ? അല്ലേ? നമ്മുടെ മണവാട്ടിയുടെ കൂട്ടിലുള്ളവരാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ആരെയും മണവാട്ടിയെ കൂടുതൽ, എല്ലാവരും മണവാട്ടിയാ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ, കർത്താവ് ദൂതസംഘത്തിന് മുമ്പാകെ നമ്മെ നിർത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണ് അതിലേക്കായിരിക്കും, ക്രിസ്തുവിന്റെ മണവാട്ടിയായ നമ്മളിലേക്കായിരിക്കും. അപ്പൊ അന്ന് ക്രിസ്തു തലകുലിക്കാനായിട്ട് ഇടയായി തീരരുത്. അതുകൊണ്ട് ആ എല്ലാവരുടെയും, സ്വർഗത്തിലുള്ളവരുടെ എല്ലാവരുടെയും കണ്ണ് നമ്മളിലേക്കായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നാം ഒരുങ്ങണം. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം വചനം പഠിക്കേണ്ട സമയത്ത് വചനം പഠിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, കർത്താവിനോട് അടുത്തിരിക്കേണ്ട സമയത്ത് അടുത്തിരിക്കണം. അങ്ങനെ അനുസരിക്കേണ്ടതെല്ലാം നാം അനുസരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ നാം വിശുദ്ധരായി, അല്ലെങ്കിൽ കർത്താവിന് പെർഫെക്റ്റ് ആയിട്ട് മണവാട്ടിയായി നമ്മൾ തീരുകയുള്ളൂ. അപ്പം കളങ്കവും ഒന്നുമില്ലാതെ, കറയും ചുളുക്കും ഒന്നുമില്ലാത്തത്, ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞ ആ ഒരു സ്പോട്ട് പോലും ഇല്ലാതെ, ഒന്നുമില്ല, ഒരു ബ്ലമിഷ് സ്പോട്ട് ഒന്നുമില്ലാതെ സഭയെ ആക്കി തീർക്കാനാണ് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തോടെ എന്ന് അവിടെ പറയുന്നത്. അപ്പം ആ ക്രിസ്തുവിന്റെ അടുത്ത് നാം എത്തുമ്പോൾ ആ ഒരു ആത്മീകമായ ഒരു വിശുദ്ധിയിലായിരിക്കണം നാം എത്തിച്ചേരുന്നത് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് നമ്മളിപ്പോൾ പഠിക്കുന്നത്, നമ്മളിതെല്ലാം നമ്മളിപ്പം അല്ലാതെ പഠിക്കാത്ത ആർക്കും അങ്ങനെ അറിയില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നവർക്ക് മനസ്സിലാകണം, നമ്മൾ നമ്മെ തന്നെ ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടേയിരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കുന്നുണ്ട്, കർത്താവ് നമ്മെ വെറുതെ ഇടുകയല്ല, വചനം പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മെ നടത്തുന്നുണ്ട്, അനുസരിക്കാനുള്ള കൃപ ദൈവം തരുന്നുണ്ട്. എല്ലാത്തിനും നാം ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുമ്പോൾ, നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആ സഭയുടെ പെർഫെക്ഷനിലേക്ക് നമ്മൾ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന സഭയെ തനിക്കു വേണ്ടി തേജസ്സോടെ നിർത്തേണ്ടതിനെ ക്രിസ്തു ചെയ്ത തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ഒരാളായി ജീവിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മെ, തീത്തോസ് 2:14, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളെ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ട തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടി ശുദ്ധീകരിക്കേണ്ടതിന്? തനിക്കു വേണ്ടി, ക്രിസ്തുവിനു വേണ്ടി ശുദ്ധീകരിക്കേണ്ടതിനെ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ആ സെൽഫ് സാക്രിഫൈസിങ് ലവ്,
ക്രിസ്തുവിന്റെ ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കണം ഭർത്താവും ഭാര്യയെ സ്നേഹിക്കണം എന്നുള്ളത്. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന ക്രിസ്തുവിന്റെ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ പറയുന്നുണ്ട് 6 മുതൽ 8 വരെ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവമായിരുന്നവൻ ഈ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി ദാസനെ പോലെ ജീവിച്ചു. കാരണം ശിഷ്യന്മാരെയൊക്കെ ദാസനായി കാൽ കഴുകിയ കർത്താവ് എന്തിനു വേണ്ടി? തന്നെത്താൻ നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ തേജസ്സുള്ളവരാക്കി നിർത്താൻ, തനിക്ക് തന്നെ നമ്മെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ക്രിസ്ത്യൻ മാരേജ് എന്ന് പറയുന്ന ഒരു ഇറ്റേണൽ ഒരു കാര്യത്തിന്റെ ആ ഒരു പ്രതിരൂപമാണ്. അതൊരു ഇറ്റേണൽ എന്താ പറയുക, ഇറ്റേണൽ റിയാലിറ്റി ആണ് അല്ലെ. ആ ഒരു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പ്രതിരൂപമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ഹവ്വാമാരുടെ വിവാഹത്തിലൂടെ ആരംഭിക്കുകയും അവസാനം ക്രിസ്തുവും സഭയുമായുള്ള വിവാഹത്തിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ നമ്മെ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ, കുടുംബത്തിലാക്കിയിരിക്കുമ്പോൾ, നാം ആ ആയിരിക്കുന്ന രീതിയിലൊക്കെയും കർത്താവിനെ അനുസരിക്കുമ്പോൾ, നമ്മെ ഏൽപ്പിച്ച ആ ഒരു ചുറ്റുപാട് നാം അതിന് കീഴടങ്ങിയിരിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ അനുസരിക്കുകയും അതുപോലെ നാം ആ മണവാട്ടിയായി ക്രിസ്തുവിനെ തേജസ്സുള്ളവളായി നിർത്തുവാൻ വേണ്ടി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ആണ് ചെയ്യുന്നത്. അപ്പം നമ്മള് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ഭർത്താവും ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെ കൊടുപ്പാൻ കടംപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഭയ്ക്ക് വേണ്ടി ചെയ്തതുപോലെ. അപ്പം നമ്മൾ ലോകത്തിൽ കാണുന്ന, ഞാൻ പറഞ്ഞു ഭർത്താവിനൊരു ഹെഡ്ഷിപ്പുണ്ട്, കർത്താവിൻ്റെ ലോഡ്ഷിപ്പിന് കീഴിൽ ഉള്ള ഹെഡ്ഷിപ്പ് ആയിരിക്കണം ഭർത്താവിൻ്റെത്. അപ്പോൾ ആ അന്യോന്യം കർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന പുരുഷനും ആ പുരുഷന് കീഴടങ്ങിയിരിക്കുന്ന സ്ത്രീയും രണ്ടുപേരും ഒരുപോലെ ക്രിസ്തുവിനും കീഴടങ്ങിയിരിക്കുന്നു. അതാണ് ആ ക്രിസ്തീയ കുടുംബജീവിതത്തിലെ ആ ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ലോകത്തിലെ ആ ഹെഡ്ഷിപ്പും കർത്താവിൻ്റെ ആ ഹെഡ്ഷിപ്പിനും കീഴിലുള്ള ലോഡ്ഷിപ്പിലും കീഴിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ ആ കീഴ്വഴക്കങ്ങളൊക്കെ പറയുന്നത്, ഹെഡ്ഷിപ്പ് ഞാൻ നിന്റെ തലയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ, ഞാൻ അനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല ക്രിസ്തീയ കുടുംബജീവിതത്തിലായിരിക്കുന്നത്. അവിടെ ഭർത്താവ് ആത്മാവിൽ നിറഞ്ഞ ഒരു ഭർത്താവ് പറയും, ഞാൻ നിന്റെ തലയാണ്, ആകിയാൽ ഞാൻ നിന്നെ കരുതുവാനും പരിപാലിക്കുവാനും ബാധ്യസ്ഥനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു അല്ലേ, ആ തല എങ്ങനെ ആയിരിക്കണം? ശരീരത്തെ മുഴുവൻ കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ നിന്റെ തലയാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ കരുതുവാനും പരിപാലിക്കാനും ഒക്കെ ബാധ്യസ്ഥനാണ് എന്ന രീതിയിലാണ്. നമ്മൾ കീഴ്പ്പെടൽ എന്ന് പറയുമ്പോൾ, ലോകത്തിന്റെ കീഴ്പ്പെടൽ എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ എനിക്ക് കീഴടങ്ങണം, അതൊരു ആജ്ഞയാണ്. പക്ഷേ ദൈവത്തിന്റെ ആ വ്യൂവില് കീഴ്പ്പെടൽ എന്ന് പറയുമ്പോൾ, എനിക്ക് ദൈവത്തിന് മുമ്പിൽ നിന്നെ വിശുദ്ധിയും നിഷ്കളങ്കവുമായി നിർത്തേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ പോറ്റുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതായിരിക്കണം ഭർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റി. അത് ഭർത്താവും ഭാര്യയും ഒരുപോലെ തന്നെ ദൈവസന്നിധിയിൽ അക്കൗണ്ടബിൾ ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു അന്യോന്യം കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതിയും, കീഴടങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ താഴ്ന്ന ഒരവസ്ഥയല്ല, പക്ഷേ ആ ഒരു ക്രിസ്തുവിന്റെ കീഴിൽ ഭർത്താവിന്റെ ഹെഡ്ഷിപ്പ് അംഗീകരിക്കുക അല്ലേ. അങ്ങനെയാണ് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തർക്കും ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മൾ പൂർണ്ണമായും ക്രിസ്തുവിന്റെ
ഭയത്തിലായിരിക്കുന്നവർ അന്യോന്യം അത് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതാണ്. അപ്പോൾ നാം ക്രിസ്തുവിനെ അനുസരിക്കുന്ന രീതിയിൽ ആണ്. അപ്പൊ ആ 27 ഞാൻ പറഞ്ഞ പോലെ 27ാമത്തെ വാക്യം പൂർണ്ണമാകുന്ന ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ്. അതായത് സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുന്ന ഒരവസ്ഥയുണ്ട്. അതിനുവേണ്ടി നാം ആയിരിക്കുന്ന സ്ഥാനത്ത് വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ ദൈവം നമ്മെ ഇപ്പോഴും, കർത്താവ് നമ്മെ ഇപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടി തേജസ്സോടെ മുൻനിർത്തുവാൻ, അതിനുവേണ്ടി വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, ഇപ്പോഴും നമ്മെ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടി? കറയും ചുളുക്കവും ഒന്നുമില്ലാതെ നമ്മെ ദൈവത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് 28ാമത്തെ വാക്യത്തിലേക്ക് പോയി. 28ാമത്തെ വാക്യം: അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഇവിടെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാനുള്ളതിനൂടെ 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. പിന്നെ ക്രിസ്തു കാണിച്ച മാതൃക, തനിക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്ത വിശുദ്ധയും നിഷ്കളങ്കയും ആക്കേണ്ടതിന് ഇപ്പോഴും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭർത്താവും അതുപോലെ ആയിരിക്കണം. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഇനി 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളോടെ പറയുന്നു, ആ ക്രിസ്തുവും സഭയും ഏക ശരീരസ്ഥരാകുന്നത് പോലെ ഭാര്യയും ഭർത്താവും ഏക ശരീരസ്ഥരാകുന്നു. അപ്പം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടതാകുന്നു ഈ കാരണങ്ങളാൽ, അല്ലെ? ഇനി നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, ഭർത്താവ് തങ്ങളുടെ ഭർത്താക്കന്മാരെ, തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം. തൻ്റെ ശരീരത്തെ താൻ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് നമ്മൾ ബെറ്റർ ഹാഫ് എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിന്റെ ശരീരത്തിന് ഭാഗമാണ് നാം. അതുപോലെ നമുക്കറിയാം, ആദമിന്റെ ഒരു സൈഡിൽ നിന്നാണ് ഹവ്വയെ വേർതിരിച്ച് രണ്ടുപേരൂടെ ചേരുമ്പോഴാണ് ഒരു ശരീരമാകുന്നത്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിന് ഒരു ഭാര്യ ഭർത്താവിനോട് ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധത്തിൽ രണ്ടുപേരും കൂടെ കൂടി ചേരുമ്പോൾ രണ്ടുപേരും കൂടെ ഒരു ശരീരമാകുന്നു. ആദമിൽ നിന്ന് വേർതിരിച്ചപ്പോൾ മാറിയിരുന്നവരെ ഒരുമിച്ച് ദൈവം വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. നാം ഏക ശരീരസ്ഥരാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഒരു കാരണവശാലും ഭാര്യ ഭർത്താവിൽ നിന്നോ ഭർത്താവ് ഭാര്യയിൽ നിന്നോ വേർപിരിയുവാനായിട്ട് പാടില്ല. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. അത് ദൈവ വ്യവസ്ഥയ്ക്ക് എതിരാണ്. വേർപിരിയുക എന്നുള്ള ഡിവോഴ്സ് ദൈവ വ്യവസ്ഥയ്ക്ക് എതിരാണ് എന്ന് നമുക്ക് എല്ലായിടത്തും അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ വ്യാപകമായി നടക്കുന്നുണ്ട്. പക്ഷെ അത് ദൈവ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. ഭർത്താവും ഭാര്യയും രണ്ടല്ല ഒന്നാണ്. ഒരേ ശരീരത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് വിവാഹ ബന്ധത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കേവലം ഒരു റൊമാൻറ്റിക് ലവ് ഒന്നും അല്ല ക്രിസ്തീയ വിവാഹം. അതിന് ഒരു സ്വർഗീയമായ ഒരു ബന്ധമുണ്ട്. അത് ക്രിസ്തു സഭയും ആയിരിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ബന്ധമാണ്. അപ്പം ഇവിടെ പറയുന്നു, ഒരു ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നത് തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. തന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് ഭാര്യയെ സ്നേഹിക്കുന്നത്. ഭാര്യയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെത്താൻ സ്നേഹിക്കുന്നു. അപ്പൊ ഒരാൾ ഭാര്യയെ സ്നേഹിക്കുന്നതിന്റെ പ്രയോജനം അവർക്ക് തന്നെയാ. തന്നെത്താൻ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭാര്യയെ സ്നേഹിക്കാതിരിക്കുമ്പോൾ തന്നെത്താൻ സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള വിവാഹ ബന്ധമാണ് ക്രിസ്തീയ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 29ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അത് തന്നെത്താൻ സ്നേഹിക്കുന്ന ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. ഇനി 29, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തെ. അപ്പൊ പകച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കത്തില്ല. സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്നവരാരാ? മാനസിക രോഗമുള്ളവരാ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരാണ് സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്നത്. അപ്പം ഒരു ശരീരമാണ് രണ്ടുപേരും. എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള അപ്പൊ ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇംഗ്ലീഷ് പറയുന്ന നോട്ട് ഹേറ്റിംഗ് ബട്ട് ചെറിഷസ് ആൻഡ് നറിഷസ്. അപ്പൊ ഒരുവൻ തന്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് പോലെ, അതേ ശരീരത്തെ കരുതുന്നത് പോലെ തന്നെ ഭാര്യയെ പരിപോഷിപ്പിക്കുകയും നറിഷ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ എല്ലാ കാര്യങ്ങളും, തനിക്ക് ആഹാരം, വസ്ത്രം, ശുചിത്വം, വ്യായാമം എന്നീ കാര്യങ്ങളെല്ലാം തന്റെ ശരീരത്തെ പോറ്റുന്നത് പോലെ തന്നെ സ്വന്തം ഭാര്യയും അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ്. ഭാര്യയെ തനിക്ക് വേണ്ടി കരുതുന്നത് പോലെ
ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും കരുതണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ. അപ്പം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ ആയിരിക്കണം ഭാര്യ ഭർത്താവ് ഭാര്യയെ പോറ്റി പുലർത്തുന്നത് എന്ന് പറയുന്നത്. അപ്പം ജീവിതത്തിന്റെ എല്ലാ നിലകളിലും ഈ കരുതൽ ഉണ്ടായിരിക്കണം. ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. പോറ്റി പുലർത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിക്കണം എന്നാണ് അർത്ഥം. കർത്താവായ യേശു ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ ഇരുന്നൊരു സന്ദേശമൊന്നും അല്ല, ഐക്യമൊന്നും അല്ല ചെയ്തത്. ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു പ്രവൃത്തി അവിടെ നിവൃത്തിയായതുകൊണ്ടാണ് നമ്മൾ മക്കളായി തീർന്ന, ആ സഭയുടെ ഭാഗമായി തീർന്ന. അതുപോലെ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും അത് തന്നെ കാണിക്കണം. പോറ്റി പുലർത്തണം, ആ പ്രവൃത്തിയിൽ കാണിച്ചു തരണം. ആ ക്രിസ്തുവിന്റെ സ്നേഹം പോലെ. കാൽവറില് നമ്മള് എഫേസ് ലേഖനം മുഴുവൻ പറയുന്ന യഹൂദന്മാര് യവനന്മാര് എല്ലാവരും ആ ഒരു കാൽവറിലെ യാഗത്താൽ ഏക ശരീരസ്ഥരായി തീർന്നു. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ചേരുമ്പോൾ അവരും ഏക ശരീരരായി ചേരുന്നു. ക്രിസ്തുവും സഭയും എന്നുള്ള ബന്ധം മാത്രമാണ്. ഈ വണ്ണസ് നമുക്ക് ഈ എന്താ പറയുന്നത് ക്രിസ്തുവിനോടുള്ള എല്ലാ ബന്ധങ്ങളിലും, ദൈവ പൈതലിന്റെ ക്രിസ്തുവിനോടുള്ള എല്ലാ ബന്ധങ്ങളിലും ഈ വണ്ണസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഓരോ സ്ഥലത്തും ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഏക ശരീരസ്ഥർ എന്ന നമ്മൾ ആ ഏക ശരീരസ്ഥർ പഠിച്ചതായിരുന്നു. എന്നാലും പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. എല്ലാ അവസ്ഥകളിലും നമുക്കത് കാണുവാനായിട്ട് കാണുന്നുണ്ട്. ഒന്ന് പറയാം, നമ്മുടെ വൺനെസ് ഇൻ ലൈഫ് അല്ലെങ്കിൽ വൺനെസ് ഇൻ സ്പിരിറ്റ്. അപ്പം നമുക്ക് വേണ്ടി ദൈവം കർത്താവായ യേശു ക്രിസ്തു യാഗമായി തീർന്നു. നമ്മൾ തൻ്റെ ജീവനെ നമ്മുടെ ജീവന് വേണ്ടി തന്നു അല്ലേ? അതുപോലെ തന്നെ ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആ കർത്താവിനെ ഉയർപ്പിച്ച അതേ ശക്തി തന്നെയാണ് നമ്മളുമുള്ള. വൺ സ്പിരിറ്റ് വൺ ലൈഫ്. നമ്മൾ പറഞ്ഞ റോമൻ ലേഖനം 8:11 പറയുന്നുണ്ട്, യേശുവിനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ആ ഒരേ ആത്മാവ് തന്നെയാണ് നമ്മൾ. ആ വൺനെസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവുള്ള അതേ ആത്മാവ് തന്നെയാണ്, കർത്താവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് തന്നെയാണ് നമ്മളും കാണുന്നത്. റോമ 8:10. അപ്പം സഭയിലും ഏകത്വമുണ്ട്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും നമ്മളുടെ ജീവിതത്തിലും ഏകത്വം ഉണ്ടായിരിക്കണം. അപ്പൊ ഇനി നമ്മൾ കണ്ടായിരുന്നു വൺനെസ് ഇൻ സർവീസ്. അപ്പം നാം എല്ലാം ക്രിസ്തുവിന്റെ കൂട്ടാളികളാണ്, കൂട്ടുവേലക്കാരാണ്. 1 Corinthians 3:9 പറയും, നാം ക്രിസ്തുവിന്റെ കൂട്ടുവേല, ദൈവത്തിന്റെ ഭവനക്കാർ. ക്രിസ്തുവിന്റെ ഗൃഹനിർമ്മാണം ഒക്കെ നമ്മൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം എന്നൊക്കെ പറയുന്നുണ്ട്. നാം ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി ക്രിസ്തുവിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. അത് നമ്മളവിടെ കണ്ടതാണ്. ഇനി ആ വൺനെസ് ഇൻ മ്യൂച്വൽ നെസസിറ്റി എന്ന് പറഞ്ഞാല് സഭയില്ലാതെ ക്രിസ്തുവില്ല, ക്രിസ്തുവില്ലാതെ സഭയുമില്ല. അപ്പം ക്രിസ്തു സഭയുടെ രക്ഷിതാവാകുന്നു അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ക്രിസ്തു സഭയുടെ രക്ഷിതാവായത്? സഭയെ രക്ഷിച്ചത് കൊണ്ട്. സഭയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും രക്ഷിതാവുകയില്ലായിരുന്നു. അപ്പം രക്ഷകനില്ലാതെ രക്ഷിക്കപ്പെടുന്നവരില്ലാതെ ഒരു രക്ഷകനില്ല അല്ലെ? അതുകൊണ്ട് ക്രിസ്തു സഭയുടെ രക്ഷിതാവായതുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇതുണ്ട്, രക്ഷകൻ എന്താ പറയുന്നത്, ആ നമ്മെ രക്ഷിച്ചത് കൊണ്ടാണ് രക്ഷകനാണ്. അല്ലെങ്കിൽ സഭയില്ലാതെ ആ രക്ഷകൻ എന്ന നിലയിൽ കർത്താവ് രക്ഷകനായി തീരുന്നില്ല. സഭയുള്ളത് കൊണ്ടാണ് രക്ഷകനായി തീരുന്നത്. അപ്പൊ ആ ഒരു മ്യൂച്വൽ നെസസിറ്റി ഉണ്ട്. ക്രിസ്തു ഇല്ലാതെ സഭയ്ക്കും നിലനിൽപ്പില്ല, സഭയില്ലാതെ ക്രിസ്തുവിനും നിലനിൽപ്പില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സ്വഭാവത്തില് ഏകത്വമുണ്ട്. ഫിലിപ്പ് ലേഖനം പറയുന്നത് ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ നമ്മളും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സ്വഭാവം, ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമെന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ? പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 1:4 പറയുന്നു, നാം ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞു ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. നമ്മെ ആ ദിവ്യ സ്വഭാവത്തിന്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി തീർക്കും. അതും ഒരു വൺനെസ് ആണ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലാക്കണം ദൈവം നമ്മെ ആക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെ ആയിട്ടില്ല, പക്ഷെ നമ്മൾ അങ്ങനെ ആയിത്തീരും. ഇനി അടുത്തത് there is oneness in possession.
ആ ഉടമസ്ഥാവകാശത്തിന്റെ കാര്യത്തിൽ ഏകത്വമുണ്ട്. ക്രിസ്തുവിനോടുകൂടെ നാം ദൈവത്തിന്റെ കൂട്ടവകാശികളാണ്, അല്ലെ? ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നാം. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ദർ ഇസ് വൺനെസ് ഇൻ പൊസിഷൻ. ക്രിസ്തുവിനോടുകൂടെ നാം ദൈവത്തിന്റെ മക്കളാണ്, അബ്ബാ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അത് ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും അത് ബാധകമാണ്. ആ ഒരു ബന്ധത്തിൽ സഭ എന്ന രീതിയിലും ദൈവത്തിന്റെ മക്കൾ എന്ന രീതിയിൽ നാം അന്യോന്യം ആ വൺനെസ്സിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള അതേ ബന്ധത്തിൽ തന്നെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു പ്രസന്റ് കണ്ടീഷന്റെ കാര്യത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. Efesiയർ 2:7 നമ്മൾ പഠിച്ചില്ലേ, നമ്മെ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആ ഒരേ പൊസിഷനിൽ നാം ആയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ഒരു ഫ്യൂച്ചർ ഡെസ്റ്റിനി ഉണ്ട്, നാം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. അവിടെയും ഒരു വൺനെസ് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ക്രിസ്തുവിൽ ആ സഭ എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയും തമ്മിലും ആ ഒരു വൺനെസ് ഉണ്ടായിരിക്കണം. ഉണ്ട്, അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്നേക്കും നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ 21:3 മാത്രം വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. നമുക്ക് ഈ അധ്യായം ഒന്ന് തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോകാനായിട്ട് പോകുകയാണ്. എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ കാര്യം നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21:3 സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരോടുകൂടെ ദൈവമായി അവരോടുകൂടെ വസിക്കും. അത് അന്ത്യകാലത്തും നമ്മൾ ആ ഏദനിൽ ആരംഭിച്ചത് ദൈവത്തിൽ നിന്ന് വിട്ടുപോയവര് അവസാനം ദൈവത്തോടു കൂടെ വസിക്കും എന്ന ആ ഒരു വൺനെസ്സിലേക്ക് നാം ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ഭർത്താവും ഭാര്യയും ഒരുപോലെ സഭയുടെ ശരീരമായ ക്രിസ്തുവിന് മുമ്പിൽ വെളിപ്പെടാനുള്ളതാണ്. അത് അന്യോന്യം കരുതുകയും പരിപാലിക്കുകയും കീഴടങ്ങി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കുടുംബത്തിൽ നാം ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് 30-ാമത്തെ വാക്യം, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. ഭാര്യയും ഭർത്താവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പം വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ഒരു മിസ്റ്റിക്കൽ യൂണിയൻ പോലെ, ആ നിഗൂഢമായ ബന്ധം പോലെ തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, ആ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ക്രിസ്തീയ ജീവിതത്തിലെ ദൈവം ആ ഒരു ദൈവത്തിന്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ചിന്തയിലെ ദൈവത്തിന്റെ ആ ചിന്തയിലെ ആ ക്രിസ്തീയ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ആ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ ഒരു ബന്ധമാണ്. നാം ഇതെല്ലാം വചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നാമും ആ രീതിയിലേക്ക് ആയിത്തീരണം. ക്രിസ്തുവും സഭയും തമ്മിലുള്ള, നാം പറഞ്ഞു നമ്മളെല്ലാവരും കുറെ ഡീഫോൾട്ടഡ് ആയിട്ട് വിശേഷതകളൊക്കെ ഉണ്ട്, അതെല്ലാം മാറ്റി വെച്ചിട്ട് നാം വചനം പഠിക്കുമ്പോൾ നമ്മെ തന്നെ അതിലേക്ക് ആക്കി തീർക്കണം എന്നാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഭൂമിയിൽ ആ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭൂമിയിലെ നിഴലായി ഈ ലോകത്തിലെ വിവാഹ ജീവിതവും കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നു, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ എന്ന് പറയുന്നുണ്ട്. KJV ISV ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു, ഫോർ വി ആർ ദ മെമ്പേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി, ഓഫ് ഹിസ് ഫ്ലഷ് ആൻഡ് ഓഫ് ഹിസ് ബോൺ. നമുക്കറിയാം, ഏദൻ തോട്ടത്തില് ആദ്യം ഹവ്വായെ, ആദമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഹവ്വായെ സൃഷ്ടിച്ച് ആദമിന്റെ മുമ്പ് കൊണ്ട് നിർത്തിയപ്പോഴേ ആദം എന്തോ പറഞ്ഞ്, ഇതെന്റെ അസ്ഥി എന്നുള്ള അസ്ഥിയും എന്റെ മാംസം എന്നുള്ള മാംസവും ആകുന്നു എന്നല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത്, നാം ഓഫ് ഹിസ് ഫ്ലഷ് ആൻഡ് ഓഫ് ഹിസ് ബോൺസ്, ആ കർത്താവിന്റെ അതേ ക്രിസ്തുവും സഭയും തമ്മിലുള്ള അതേ ബന്ധം തന്നെയാണ് അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. ഞാൻ ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2 വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 2:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യനെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരലിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നുള്ള. അപ്പം നാം എല്ലാവരും ഭാര്യയും ഭർത്താവും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ്. പാപത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു എന്ന് മാത്രമല്ല, ക്രിസ്തുവിന്റെ സഭയെ
ശരീരത്തിന്റെ അംഗങ്ങളായി തീർക്കുകയും ചെയ്തു. ഓരോ ദിവസവും നമ്മെ പോറ്റി പരിപാലിക്കുകയും ചെയ്യുന്നു. ആ ഉം, ശരീരത്തിന്റെ അവയവങ്ങൾക്ക് സംഭവിക്കുന്ന നമ്മൾ ഏത് സഭയിലെ ആം, നമുക്കറിയാം ശരീരത്തിലെ അവയവങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാം അതിനെ അഫക്റ്റ് ചെയ്യും, തലയെയും അഫക്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലെയും ക്രിസ്തുവിനെയും കൂടെ അഫക്റ്റ് ചെയ്യും. ആ സഭയിലെ അംഗങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ അവയവങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാം തലയായിരിക്കുന്ന ക്രിസ്തുവിനെയും അഫക്റ്റ് ചെയ്യും. അപ്പൊ ആ തലയും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം, സഭയും തമ്മിലുള്ള ബന്ധം തലയും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. അതൊരിക്കലും വേർപെടുത്താനാകാത്ത ബന്ധമാണ്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. മുമ്പ് പറഞ്ഞതുപോലെ ശരീരമില്ലാതെ തലയ്ക്ക് നിലനിൽപ്പില്ലാത്തതുപോലെ ക്രിസ്തുവില്ലാതെ സഭയ്ക്ക് നിലനിൽപ്പില്ല, സഭയില്ലാതെ ക്രിസ്തുവിനും നിലനിൽപ്പില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം സഭയുടെ അനുസരണമൊക്കെ കാണുന്ന ക്രിസ്തുവിന്റെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നാം സഭ ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ, ദൈവവ്യവസ്ഥ കീഴടങ്ങിയിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും നാം ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനായിട്ട് ഇടയായിട്ട് ആ വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് നാം ആയിത്തീരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി 31-ാമത്തെ വാക്യം. എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. 26 നമ്മൾ വായിച്ചതായിരുന്നു, ജനസിസ് 2:24. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ആ 22 ജനസിസ് 2:24 ഉദ്ധരണി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ മനുഷ്യരെ ആ പരിപാടി ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത്. അത് ആദമും ഹവ്വയും എന്നുള്ള ബന്ധത്തിലാണ്. അപ്പൊ നമുക്കറിയാം ഹവ്വയെ ആദമിൽ നിന്നാണ് വേർതിരിച്ചത്, എന്നിട്ട് മനുഷ്യന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്ന് അങ്ങനെ ആക്കി തീർത്തു. പക്ഷെ ഈ ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളും അതുപോലെയാണ്. അതുപോലെ ക്രിസ്തുവിന്റെ ചങ്കല ചോരയാലാണ് നമ്മെ വീണ്ടെടുത്തത്. ഏദൻ തോട്ടത്തിൽ ദൈവം ഒരു സർജറി ചെയ്തതുപോലെ തന്നെ ഇവിടെയും ആ കാൽവരി ക്രൂശിലും ദൈവം ഒരു സർജറി ചെയ്തു, അല്ലെ? നമ്മെ കർത്താവിന്റെ ചങ്കിൽ നിന്ന് വീണ്ടെടുത്തു, അല്ലെ? ആ സഭയെ കർത്താവിന്റെ ചങ്കിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു സ്ഥിരമായ ബന്ധമാണ്, അത് ഒരിക്കലും മാറ്റുവാനായിട്ട് കഴിയുന്ന ബന്ധം അല്ല. അതുകൊണ്ട് അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ആ ഒരു അപ്പൻ അമ്മ അല്ലെങ്കിൽ അപ്പൻ അമ്മ മക്കൾ എന്ന ബന്ധത്തേക്കാൾ അധികമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ഇന്റിമേറ്റ് ബന്ധം. ഒരിക്കലും വേർപിരിക്കാനാവാത്ത ബന്ധമാണ്. അപ്പനെയും അമ്മയും വിട്ടുകളയണമെന്നല്ല പറയുന്നത്. ആ അപ്പനും അമ്മയും തമ്മിലുള്ള ആ ബന്ധത്തേക്കാൾ അധികമായി ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് കൂടിച്ചേരുന്ന. കാരണം ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബന്ധം വലിയതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, 5:32 പോകാം. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഈ മർമ്മം വലിയത് എന്തിനാണ് അവിടെ ഈ മർമ്മം വലിയത് എന്ന് പറയുന്നത്? ഇത് ഇവിടെ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയ നിയമത്തിലെ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധം അവിടെ പറഞ്ഞിരുന്നില്ല. പുതിയ നിയമത്തിലാണ് ക്രിസ്തുവും സഭയുമായുള്ള ഒരു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് ദൈവസഭ എന്നുള്ളത് അവിടെ പറഞ്ഞിരുന്നില്ല. അതൊരു മിസ്റ്റിക്കലായിട്ട് നിന്നിരുന്ന ഒരു കാര്യമാണ്. ആ മർമ്മം അവിടെ പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നു, അതാണ് ഇവിടെ പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അവിടെ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മർമ്മം വലിയത്. അപ്പം ആ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടി, ക്രിസ്തു മണവാളിനും സഭ മണവാട്ടിയും എന്ന ആ ഒരു മർമ്മം അല്ലെങ്കിൽ അത് സഭയിൽ വെളിപ്പെടുത്തി അല്ലെങ്കിൽ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. അതിപ്പോൾ പുതിയ നിയമത്തിലാണ് വെളിപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടാണ് അവിടെ മർമ്മം എന്ന് പറയുന്നത്. സഭ ക്രിസ്തുവിനായിരിക്കുന്നത് പോലെയാകുന്നു ഭർത്താവ് ഭാര്യയ്ക്കും. ഈ മർമ്മം വലിയത്. ഞാൻ സഭയെയും ക്രിസ്തുവിനെയും ഉദ്ദേശിച്ചാണ്. അപ്പം ക്രിസ്തീയ ജീവിതത്തിലെ വിവാഹ ബന്ധമെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെയോ അതുപോലെ ആയിരിക്കണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അവിടെ അസ്ഥിയിൽ നിന്ന് കർത്താവ് അസ്ഥിയിൽ നിന്ന് ദൈവം ആദമിന്റെ അസ്ഥിയിൽ നിന്ന് ഹവ്വയെ വേർതിരിച്ചു. ഇവിടെ തന്റെ കർത്താവിന്റെ ചങ്കല ചോരയിൽ നിന്നാണ് സഭയെ വീണ്ടെടുത്തത്. അത് രക്തത്തിൽ നിന്ന് വീണ്ടെടുത്തു. ആ ഒരു വ്യത്യാസം മാത്രമേ നാം അവിടെ കാണുന്നുള്ളൂ.
അതുകൊണ്ട് ആ ചങ്കില ചോരയിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് ആ ജീവനല്ലേ തന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്തുവും സഭയും തമ്മിൽ ഒരു എക്സ്റ്റേണലായ റിലേഷൻഷിപ്പിലല്ല, ഒരു ഇന്റേണലായ റിലേഷൻഷിപ്പാണ്. ഒരു ആഴമായ ബന്ധം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ക്രിസ്തുവിൽ ഒന്നായി ചേരുക, ഭാര്യയും ഭർത്താവും ഏക ശരീരസ്ഥരായിരിക്കുക. ആ സഭ ക്രിസ്തുവിന് ആയിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ എഫേസ്യ ലേഖനം 1:23 പറയുന്നു, എല്ലാറ്റിനും നിറവായിരിക്കുന്ന തൻ്റെ സഭയ്ക്ക് ക്രിസ്തുവിനെ നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ മർമ്മം വലിയത്. അത് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയത്തില്ലായിരുന്നു. ഇപ്പോൾ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഇനി 33-ാമത്തെ വാക്യം, 33. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ, ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അപ്പൊ ആ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം, ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ച പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞത് ആ ബന്ധം തന്നെയാണ് ക്രിസ്തുവിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ക്രിസ്തുവും സഭയും തമ്മിലൊരു പവിത്രപാവനമായ ബന്ധമാവുന്നത് പോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവർക്കും ബാധകമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം അതിനെ കാണുകയും നാം അനുസരിക്കുകയും ചെയ്യുക. നാം എല്ലാവരും ആരും പെർഫെക്റ്റ് അല്ല. നാം പെർഫെക്ഷനിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. കേൾക്കുന്നതനുസരിച്ച് നാം അനുസരിക്കുകയും ചെയ്യുക. കേട്ടൊരു ചെവിയിൽ കൂടെ മറ്റു ചെവിയിൽ കളയുക അല്ല, നാം കേൾക്കുന്നതനുസരിച്ച് അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓരോരുത്തരും താൻ്റെ ഭാര്യമാരെയല്ല, താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കേണ്ടതാകുന്നു. നാം അവൻ്റെ ശരീരത്തിന്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ശരീരസ്ഥരാണ് എന്ന നിലയിൽ സ്വന്തം ശരീരത്തെ പോലെ തന്നെ സ്നേഹിക്കേണ്ടതാകുന്നു. തൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നമ്മൾ ആദ്യം കണ്ടു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നതിന് തുല്യ. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറഞ്ഞു, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഇവിടെ ഭയം എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നെങ്കിലും അതിൻ്റെ അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഗ്രീക്ക് പദം അവിടെ റെസ്പെക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഹുമാനിക്കേണ്ടതാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭയം എന്ന് പറയുന്ന ക്രിസ്തീയ ഭയം സ്നേഹത്തിൽ നിന്ന് പുറപ്പെട്ട് വരേണ്ടതാണ്, അല്ലേ? അപ്പോൾ അവിടെ റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് റെവറൻഷ്യൽ ഫിയർ. ആ റെവറൻഷ്യൽ ഒബീഡിയൻസ് ആയിരിക്കണം. ആ ഒരു ബഹുമാനത്തോടുകൂടെയുള്ള ഭയമായിരിക്കണം. അല്ലാതെ ഭയപ്പെട്ട് കീഴ്പ്പെട്ടിരിക്കണം എന്നല്ല പറയുന്നത്. സ്നേഹത്തിൽ നിന്നുള്ളൊരു ഭയമായിരിക്കണം. അത് നമ്മളൊരു ദൈവത്തോടുള്ള ഭയമെന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് മൂലം ദൈവത്തിന് നാമത്തിന് ദുഷ്പേരുണ്ടാകുമോ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നല്ലേ അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിന് ദുഷ്പേരുണ്ടാകരുത്. ആ രീതിയിൽ നാം ഭയപ്പെടേണ്ടതാകുന്നു, റെസ്പെക്ട് ചെയ്യേണ്ടതാകുന്നു, ബഹുമാനിക്കേണ്ടതാകുന്നു എന്ന്. അപ്പം രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒരുപോലെ തന്നെ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്ന് അന്യോന്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കീഴ്പ്പെടുകയും ചെയ്യണം എന്നാണ് പറയണം. അപ്പം നമ്മളിതെല്ലാം പഠിച്ച് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം, ഭാര്യമാർ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഭാര്യമാർ മനസ്സിലാക്കണം, ദൈവം ഭർത്താക്കന്മാരെ നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നു, തലയായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിന് കീഴടങ്ങിയിരിക്കണം. നേതൃത്വ സ്ഥാനത്തിന് നാം കീഴടങ്ങിയിരിക്കണം. പറഞ്ഞു, ആ ക്രൈസ്റ്റിൻ്റെ ലോഡ്ഷിപ്പിന് കീഴെയുള്ള ഹെഡ്ഷിപ്പാണ് ഭർത്താവിന് കൊടുത്തിരിക്കുന്നത്. അതിന് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യ. അപ്പോൾ അവർ രണ്ടുപേരും കർത്താവിനും കീഴടങ്ങിയിരിക്കുന്നു. കർത്താവിന് കീഴടക്കുന്ന ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യയും രണ്ടുപേരും ഒരുപോലെ ദൈവത്തിനും കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ക്രിസ്തു സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവും ഭാര്യയ്ക്ക് തലയാകുന്നു. ഭാര്യയും ഭർത്താവും ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു രണ്ടുപേരുടെയും ഫോക്കസ് ക്രിസ്തു ആയിരിക്കണം. ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താവിനെ കീഴടങ്ങിയിരിക്കുന്നത് അത് ക്രിസ്തുവിനോടുള്ള ഭയത്തിലായിരിക്കണം, അല്ലെ ക്രിസ്തുവിനോട് ഉള്ള ആ ഒരു അനുസരണത്തിലായിരിക്കണം. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ ആയിരിക്കണം. രണ്ടുപേരും ആ ക്രിസ്തുവിനെന്ന പോലെ നമ്മളെല്ലാ ബന്ധത്തിലും കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഭാര്യമാരെ
കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർ കീഴടങ്ങി. കൊലോസ് ലേഖനം പറയുന്നത് കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങിയിരിപ്പിൻ എന്ന് പറയുന്നുണ്ടല്ലേ. ഭർത്താക്കന്മാരെ ക്രിസ്തുവിനെന്ന പോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, അതുപോലെ തന്നെ ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ ക്രിസ്തുവിനെന്ന പോലെ, അതുപോലെ തന്നെ നമ്മൾ കാണുന്നു മക്കളെ അമ്മയപ്പന്മാർക്ക് കർത്താവിനെന്ന പോലെ അല്ലെ. എല്ലായിടത്തും ക്രിസ്തുവില്ലാത്ത, ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവില്ലാത്ത ഒരു ബന്ധവുമില്ല. എല്ലാത്തിന്റെ നടുവിൽ മുപ്പിരിച്ചേർന്ന് പറയുന്നത് പോലെ എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുന്ന കണ്ണി ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലേക്ക് നാം വരുമ്പോൾ ആ ക്രിസ്തീയമായ ആ ബന്ധത്തിന് നാം കീഴ്പ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവില്ലാതെ സഭയ്ക്ക് ഇരിക്കാൻ പറ്റുകയില്ല. ആ സഭയില്ലാതെ ക്രിസ്തുവിന് നിലനിൽപ്പാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്രിസ്തുവില്ലാത്ത ഒരു ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറയുന്നത് അത് ക്രിസ്തീയമല്ല. അത് ദൈവത്തിന്റെ വചനത്തിന് നിരക്കുന്നതല്ല. എല്ലാത്തിനും ക്രിസ്തു ഉണ്ടായിരിക്കണം അല്ലെ. ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ ഇരിക്കാനുള്ളതല്ല. ക്രിസ്തു വീടിന്റെ നായകനായിട്ട് തന്നെ ആ എന്താ പറയുന്ന ചുവരിൽ ഇരിക്കാനുള്ള സംഭവമല്ല, വീടിനകത്ത് ഇരിക്കാനുള്ള സംഭവം. അത് ദൈവം നമ്മെ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പിഴിക്കണം. നമ്മെ ദൈവം ഒരു സ്ഥലത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഭവനത്തിലാണേലും കുടുംബത്തിലാണേലും ജോലിസ്ഥലങ്ങളിലായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മെ ആക്കി വെച്ചിരിക്കുന്ന നേതൃസ്ഥാനത്തിൽ നാം കീഴടങ്ങിയിരിക്കണം. അത് ഓരോ പൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതാണ്. ആ എല്ലാ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നാം വിശ്വസ്തരായി ഇരുന്നാൽ മാത്രമേ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ദൈവം നമ്മെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നത്. ആ വചനത്താൽ ഓരോ ദിവസവും നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. നമ്മെ ആക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നാം ഫെയില്യൂർ ആയി പോയി കഴിഞ്ഞാൽ നാം അവിടെ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. ആ പെർഫെക്ഷനിലേക്ക് നാം വരണമെങ്കിൽ നാം നമ്മെ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന ആ നേതൃത്വ സ്ഥാനത്ത് നാം കീഴടങ്ങിയിരിക്കണം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടിക്കുക. എങ്ങനെയുള്ളവരാണ്? ക്രിസ്തുവിലുള്ളവർ, ആത്മാവിൽ നിറഞ്ഞവർ. ഓരോ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഇല്ലാതെയൊക്കെയില്ല. ദൈവത്തിന്റെ വചനം നാം പഠിക്കണം. ദൈവവചന പഠനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഇതിന് അത്യാവശ്യമാണ്. ഈ നമ്മളെ അങ്ങനെയുള്ള ജീവിതം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ആയിത്തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ആരും പെർഫെക്റ്റ് അല്ല, പക്ഷെ പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.